Good evening, everyone. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്റെ 9ാമത്തെ മൊഡ്യൂളാണ്. ഓക്കെ, 9ാമത്തെ മൊഡ്യൂളിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സർവേയിങ് ആണ്, സർവേയിങ്ങും ലെവലിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് താമസിപ്പിക്കാതെ തന്നെ 1ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും റിവിഷൻ പോലെ കൺസിഡർ ചെയ്യുക, കാരണം നെക്സ്റ്റ് വീക്ക് ആണ് നമ്മുടെ എക്സാം. ഓക്കെ, അപ്പൊ റിവിഷൻ പോലെ തന്നെ കൺസിഡർ ചെയ്യുക. അത്യാവശ്യം മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറയുവാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യാം. ഓക്കെ, അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ, dash is a branch of angular surveying in which the horizontal and vertical distances of points are obtained by optical means. Dissection, traversing, tachyometry and chain. Okay, എല്ലാവരും പറഞ്ഞ ആൻസർ സി ആണ്, ടാക്യോമെട്രി. കറക്റ്റ് ആൻസർ ആണ്. സോ നമ്മുടെ ഒപ്റ്റിക്കൽ മീൻസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് ടാക്യോമീറ്റർ, അല്ലെ? അപ്പൊ ഒപ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. നമുക്ക് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട് ലീനിയർ മെഷർമെന്റിന്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പൊ ഇതിൽ തിയോഡലൈറ്റും കൂടി, അല്ലെങ്കിൽ മീൻസ് തിയോഡലൈറ്റ് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം, തിയോഡലൈറ്റ് സർവേന്നോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും ആലോചിക്കാം. മെയിൻ ആയിട്ട് നമ്മുടെ ഒപ്റ്റിക്കൽ മീൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യുക. ലീനിയർ മെഷർമെന്റ് ആണ്. ലീനിയർ മെഷർമെന്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് ഉപയോഗിച്ചിട്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് 1ാമത്തെ മെത്തേഡാണ് ഒപ്റ്റിക്കൽ മെത്തേഡ്. പിന്നെ ഇലക്ട്രോണിക് മെത്തേഡ് ഉണ്ട്, അതാണ് ED. ഓക്കെ, ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഈസ് ഫോളോഡ് ആസ് ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് സോ ആസ് ടു. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഡിസ്ട്രിബ്യൂട്ട് എറേഴ്സ്, ഇംപ്രൂവ് ഈസ് ഓഫ് വർക്കിംഗ്, പ്രിവെന്റ് അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്, കോമ്പൻസേറ്റ് എറേഴ്സ് ഇൻ എ വേ, റെഫർ ടു എ കോമൺ ഡേറ്റംസ് എ മീൻസ് ഈ ലെവൽ. 5 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് എന്താണ് മീൻസ് നമുക്ക് മെയിൻ ആയിട്ടും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ റിലേറ്റ് ചെയ്തിട്ട് പറയാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓക്കെ, നല്ലപോലെ വായിച്ചു നോക്കാം. നമ്മുടെ കഴിഞ്ഞ 2023 ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്, വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ആണ്, അല്ലെ? ഓക്കെ, നിജ സി ആ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്യാം കേട്ടോ. ഒരാൾ പറഞ്ഞത് കേട്ട് പറയണമെന്നില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കുക. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് എന്തിനു വേണ്ടിയിട്ടാണ് സർവേയിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? ഓക്കെ, നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ഓർഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, നമുക്കറിയാം വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട് ഈസ് ടു പ്രിവെന്റ് ദി അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ് ആണ്, അല്ലെ? പ്രിവെന്റ് ദി അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്. അപ്പൊ 3 ഇതും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും 5 വരത്തില്ല, അല്ലെ? മീൻസ് ലെവൽ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അത് വെച്ചിട്ട് കുറെ പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ മെയിൻ ആയിട്ടുള്ളത് ഒരിക്കലും ഡിസ്ട്രിബ്യൂട്ട് എറേഴ്സ് എഴുതില്ല. ചിലർക്കെങ്കിലും സംശയം കാണും. ഡിസ്ട്രിബ്യൂഷൻ അല്ല, എറേഴ്സിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതല്ല. ഓക്കെ, ആക്ച്വലി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും എറർ ഇല്ലാതെ ആക്കണം. അതാണ് നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ പ്രിവെന്റ് അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്, അല്ലെങ്കിൽ എന്താണ്, എററിനെ കുറയ്ക്കുക. അതാണ് കോമ്പൻസേറ്റ് ചെയ്യുക, അല്ലെ? കോമ്പൻസേറ്റ് എറേഴ്സ് എന്ന് വെച്ചാണ് കുറയ്ക്കുക. ഓക്കെ, കോമ്പൻസേറ്റിംഗ് എററും ഉണ്ട്, ക്യുമുലേറ്റീവ് എറർ ഉണ്ട്. ക്യുമുലേറ്റീവ് എറർ അക്യൂമുലേറ്റ് ചെയ്യുവാണ്. ആൻഡ് കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് ചെറിയ എററുകളായിരിക്കും, അല്ലെ? ഓക്കെ, നമുക്ക് സം ചെയ്ത് കഴിഞ്ഞാൽ കുറവായിരിക്കും അതിന്റെ വാല്യൂ. സോ 3ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash field book is generally used for large scale surveying with detailed dimension work. Single line, double line, topographical, framework and baseline. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ് നമ്മൾ ലാർജ് സ്കെയിൽ സർവേയിങ് വിത്ത് ഡീറ്റെയിൽഡ് ഡയമെൻഷൻ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണെങ്കിലോ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. ആൻഡ് ഓൾ ഓർഡിനറി വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഡബിൾ ലൈൻ ഫീൽഡ് ബുക്ക് ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് പ്രോപ്പർട്ടീസും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് സിംഗിൾ ലൈൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി, മുംബൈ, മണാലി, ഡെറാഡൂൺ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഡെറാഡൂൺ ആണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സർവേയിങ് വിച്ച് ക്യാരിഡ് ഔട്ട് ഫോർ ഡിറ്റർമിനിങ് ദി ഏരിയ ഓഫ് unearthing relics of antiquities. മൈൻ സർവേയിങ്, ജിയോളജിക്കൽ സർവേയിങ്, ടോപ്പോഗ്രഫിക്കൽ സർവേയിങ്, ആർക്കിയോളജിക്കൽ സർവേയിങ്. സർവേയിങ്ങിന്റെ എല്ലാ ക്ലാസിഫിക്കേഷൻസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതിൽ മെയിൻ ആയിട്ടും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആർക്കിയോളജിക്കൽ സർവേ, മൈൻ സർവേ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ,
പിന്നെ മിലിറ്ററി സർവേ. ഓക്കെ, അതൊക്കെ വളരെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അതെല്ലാം. അപ്പൊ നമ്മുടെ റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി എന്ന് വെച്ചാൽ പുരാവസ്തു അല്ലെ, പുരാവസ്തു ഗവേഷണം അല്ലെങ്കിൽ പുരാവസ്തുക്കളെ നമ്മൾ കണ്ടുപിടിക്കുക, ഡിറ്റക്ട് ചെയ്യുക, കുഴിച്ചെടുക്കുക അല്ലെ. അപ്പൊ അതൊക്കെ വരുന്നത് ആർക്കിയോളജിക്കൽ സർവേയിലാണ്. സോ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലൈൻ ടു ബി മെഷേർഡ് ആക്യുറേറ്റ്ലി ഇൻ എ ചെയിൻ സർവേ. ഒരു ചെയിൻ സർവേയിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട്, മോസ്റ്റ്ലി നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ട ലൈൻ ഏതാണ്? മെയിൻ ലൈൻ, ബേസ് ലൈൻ, ചെക്ക് ലൈൻ, ഡീറ്റെയിൽ ലൈൻ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബേസ് ലൈൻ ആണ് അല്ലെ. ബേസ് ലൈൻ ആണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ടത്. കാരണം ബേസ് ലൈൻ ആണ് നമ്മുടെ ഒരു ട്രാവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ബൗണ്ടറി എങ്കിൽ നമ്മൾ എന്താണ് ഈ ഒരു ആദ്യമേ ഈ ഒരു ഏരിയനെ ഏകദേശം പകുതിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ള ലൈൻ ആണ് ബേസ് ലൈൻ എന്ന് പറയുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലൈൻ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെൻ ദി എക്സ്റ്റെന്റ് ഓഫ് ഏരിയ ഈസ് മോർ ദാൻ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കോമൺ ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 50 kilometer square, 100 kilometer square, 250 and 300 kilometer square. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 250 കിലോമീറ്റർ സ്ക്വയർ ആണ് എന്ത് കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെ. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഏരിയ, 250 കിലോമീറ്റർ സ്ക്വയറിനേക്കാൾ കൂടുതലായിട്ടുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ ജിയോട്ടിക് സർവേയിങ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഒബ്റ്റെയിൻ ട്രൂ മെഷർമെന്റ്സ് ഓഫ് ലൈൻസ് ഓൺ എ മാപ്പ് യൂസിംഗ് റോങ് സ്കെയിൽ, ദ ഫോളോയിങ് ഫോർമുല ഈസ് യൂസ്ഡ്. ഏത് ഫോർമുലയാണ് നമുക്ക് ട്രൂ മെഷർമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല? ഓക്കെ, എല്ലാവരും എ ആണ് പറയുന്നത്. സോ ട്രൂ ലെങ്ത്, ഒരു ലൈനിന്റെ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, റോങ് സ്കെയിൽ ബൈ കറക്റ്റ് സ്കെയിൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത് അല്ലെ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. അതാണ് റോങ് സ്കെയിലെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് റോങ് സ്കെയിലെ ബൈ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ഓഫ് കറക്റ്റ് സ്കെയിലെ ഇൻറ്റു മെഷേർഡ് ലെങ്ത്. സോ ആൻസർ കറക്റ്റ് ആണ്, എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എറർ ഈസ് ഡ്യൂ ടു ബാഡ് റേഞ്ചിങ് ഈസ് ഓൾവേസ്. ബാഡ് റേഞ്ചിങ് മൂലമുള്ള എററിന്റെ നേച്ചർ എന്താണ്? ക്യുമുലേറ്റീവ്, ഇൻസ്ട്രുമെന്റൽ, കോമ്പൻസേറ്റീവ്, നാച്ചുറൽ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് വാല്യൂസും കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്ക്, പഠിച്ചു വെച്ചേക്ക് കേട്ടോ. ഈ ഒരു ടേബിൾ ജസ്റ്റ് ചുമ്മാ നോക്കിയിട്ട് പോയാൽ മതി. ഓക്കെ, ഇറേനിയസ് ലെങ്ത് ഓഫ് ചെയിൻ, ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, വേരിയേഷൻ ഇൻ ടെമ്പറേച്ചർ, ക്യുമുലേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഈ ഓർ വരാൻ കാരണം ടെമ്പറേച്ചർ കൂടുവോ കുറയുവോ, ലെങ്ത് കൂടുവോ കുറയുവോ, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വേരിയേഷൻ ഫുള്ള് കോമ്പൻസേറ്റിംഗ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, കെയർലെസ് ഹോൾഡിംഗ് ഓർ മാർക്കിംഗ് കോമ്പൻസേറ്റീവ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ദെൻ ബാഡ് റേഞ്ചിങ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാം ക്യുമുലേറ്റീവ് പോസിറ്റീവ് ആണ്. ഏതെല്ലാം? ബാഡ് സ്ട്രൈറ്റനിങ്, നോൺ ഹൊറിസോണ്ടാലിറ്റി, സാഗ്, ഇതൊക്കെ നമ്മുടെ പരീക്ഷകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ ടിക്ക് ചെയ്തതെല്ലാം. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. സോ എല്ലാം നോക്കിയിട്ട് പോവാം. ആൻസർ കറക്റ്റ് ആണ്, ക്യുമുലേറ്റീവ് ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെയിനേജ് ഇൻ ചെയിൻ സർവേ മീൻസ് the distance between end stations, the perpendicular distance of the object from the chain line, any distance measured by chain in field, the distance of the object along the chain line from zero end of the chain. Okay, ആര്യ ഡി ആണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും ആൻസർ ചെയ്തേ എളുപ്പം. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി ആൻസർ ചെയ്യൂ എല്ലാവരും. ആര്യ, അനന്തു, നിജ, ആഷ്ലി, അനഘ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്, ഡി ആണ് ആൻസർ. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്ട് അലോങ് ദി ചെയിൻ ലൈൻ ഫ്രം സീറോ എൻഡ് ഓഫ് ദി ചെയിൻ ലൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് ചെയിനേജ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കൊരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ ഫീൽഡിൽ. ഓക്കെ, ഇതിപ്പോ എന്റെ ഫീൽഡ് ആണെന്ന് വിചാരിക്കാം. സോ ഈ ഫീൽഡിൽ ഞാൻ ചെയിൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെ മെഷർമെന്റ് എടുത്തു എന്ന് വിചാരിക്കും. ഇതാണ് എന്റെ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ചെയിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എൻഡ് ആണ് സീറോ എൻഡ് ഓഫ് ദി ചെയിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് ആണ്, എൻഡ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുന്ന് നേരെ മെഷർ ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ നിന്ന്, ഇപ്പൊ ഇവിടെ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കാം. സോ ഈ ബിൽഡിങ്ങിന്റെ ഈ ഒരു പോയിന്റ് ഇതിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആണ്? ഇവിടെയാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടുന്ന് ഇവിടെ വരെ. നെക്സ്റ്റ് ഇതാണെങ്കിൽ
ഇവിടുന്ന് ഇവിടെ വരെ അല്ല, ഇത് തമ്മിലുള്ള മെഷർമെന്റ് അല്ല, ടോട്ടൽ ഈ ലെങ്ത് ആണ് നമ്മൾ, എല്ലാ ഈ ഒരു ലൈന് എലോങ് ആയിട്ട് നമ്മൾ ഏത് മെഷർമെന്റ് എടുത്താലും ഫ്രം ദി സീറോ എൻഡ് ആയിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ചെയിനേജ് എന്ന് പറയുന്നത്. അതേസമയം ഈ ലൈന് ലാറ്ററൽ ആയിട്ട്, അതായത് ഇങ്ങോട്ടേക്കോ എങ്ങനെ, അതായത് പെർപെൻഡിക്കുലർ ആണോ എന്നില്ല, എങ്ങനെ മെഷർ ചെയ്യാനും ആ മെഷർമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? കമന്റ് ചെയ്ത്. ആ ലൈനിൽ നിന്നും ലാറ്ററലി നമ്മൾ മെഷർ ചെയ്യുന്ന മെഷർമെന്റിനെ എന്ത് പേര് വിളിക്കും? അതെ, ഓഫ്സെറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ. ഓക്കെ, ഓഫ്സെറ്റും ഉണ്ട്, ചെയിനേജും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. IS കോഡ് ഫോർ മെട്രിക് സർവേയിങ് ചെയിൻ സർവേയിങ്ങിന്റെ IS കോഡ് ഏതാണ്? IS 1464, IS 1492, IS 1491, IS 1462. ഓക്കെ, അനന്തു സി ആ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്തേ. ഇതിന് മുന്നത്തെ ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 2023 ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളവർ ആൻസർ ചെയ്തോളൂ. ഓക്കെ, അനന്തു മാത്രമേ ആൻസർ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ IS 1492 ആണ് കേട്ടോ. IS 1492 1970 ആണ് മെട്രിക് ചെയിന്റെ കറക്റ്റ് ആയിട്ടുള്ള IS കോഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In optical square, the angle between the first incident ray and last reflected ray is dash the angle between the two mirrors. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഈ ഒരു ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ കേസിൽ നമുക്ക് 3-4 ആംഗിൾസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ in optical square, the angle between the first incident ray and last reflected ray is dash the. ഓക്കെ, അഖില് IS 1464 എന്നാണ് പറയുന്നത്. 1492 ആണ് കേട്ടോ. 1492 ആണ്. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ കേട്ടോ അഖില്. 1492 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നതും. PSCയുടെ ആൻസർ അത് തന്നെയാണ്. 64 ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, 1464 അല്ല, 1492 തന്നെയാ IS കോഡ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഓക്കെ, അത് IS 1464 ഏതാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ 92 ആണ് നമ്മുടെ മെട്രിക് ചെയിൻ സർവേയുടെ കോഡ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും B ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബി കറക്റ്റ് ആണ്. ബി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ട്വൈസ് ആണ്. അതായത് ഇതാണ് നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ ഒരു ഡയഗ്രാം അല്ലെ. അപ്പൊ ഇതില് മെയിൻ ആയിട്ടും നമ്മുടെ ആംഗിൾ എന്താണ്? ഫസ്റ്റ് ഇൻസിഡന്റ് റേ അല്ലെ. ഇതാണ് ഇൻസിഡന്റ് റേ എന്ന് പറയുന്നത്. ഇതാണ് ഇൻസിഡന്റ് റേ ആൻഡ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. നമ്മൾ റൈറ്റ് ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാനാണ് ഒപ്റ്റിക്കൽ സ്ക്വയറിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ആംഗിൾ പഠിക്കണം. പിന്നെ വരുന്നത് ഈ രണ്ട് മിററുകളും തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ഒരു 45 ഡിഗ്രി ആംഗിൾ പഠിക്കണം. പിന്നെ വരുന്ന ഏതാണ്? ഹൊറിസോണ്ടൽ സൈറ്റും ഹൊറിസോൺ മിററും തമ്മിലുള്ള ആംഗിൾ. ഇത് 20 അല്ല കേട്ടോ, 120 ആണ്. 120 ഡിഗ്രി പഠിക്കണം. പിന്നെ വരുന്നത് വെർട്ടിക്കൽ സൈറ്റും അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഇൻഡെക്സ് മിറർ അല്ലെ. ഇത് ഇൻഡെക്സ് മിറർ ആണെന്ന് അറിയാലോ. ഈ ഇൻഡെക്സ് മിററും തമ്മിലുള്ള 105 ഡിഗ്രിയും പഠിക്കണം കേട്ടോ. ഈ 4 ആംഗിൾസും പഠിക്കണം. ഓക്കെ, അപ്പൊ ഇത് 4 നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയർ ആയിട്ട് റിലേറ്റഡ് ഉള്ള ആംഗിൾസ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ട്വൈസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മെട്രിക് സർവേ ചെയിൻ ദ നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ ഈസ് 2, 5, 8, 10. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 5 ലിങ്ക്സ് ആണ് അല്ലെ. ഒരു മീറ്റർ പെർ മീറ്ററിൽ 5 ലിങ്ക് ആണ് വരുന്നത്. അതിപ്പം 20 മീറ്റർ ചെയിൻ ആയാലും 30 മീറ്റർ ചെയിൻ ആയാലും ജസ്റ്റ് കൗണ്ട് ചെയ്യുക. 20 മീറ്റർ ആണെങ്കിൽ എത്ര? 100 ലിങ്കുകൾ. 30 മീറ്റർ ആണെങ്കിൽ 150 ലിങ്ക്. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും അല്ലെ.
ഒരു മീറ്ററിൽ വരുന്നത് 5 ലിങ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ നോ ആംഗിൾ ഇസ് ഗ്രേറ്റർ ദാൻ. ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിളില് എന്താണ് മാക്സിമം വരുന്നത് അല്ലെ? മാക്സിമം വരുന്നത് ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് എല്ലാവരും പറഞ്ഞത് ഡി, 120 ഡിഗ്രി ആണ്. അതായത് 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിൽ വേണം വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസിന്റെ എല്ലാ ആംഗിൾസും, അതെ കറക്റ്റ് ആണ് ആര്യ, എല്ലാ ആംഗിൾസും നിൽക്കാനായിട്ട്. പിന്നെ നമുക്ക് ചോദിക്കാം, ഇതുപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ കൂടി വരും. അതായത് നമുക്ക് എന്താ താഴെ കൊടുത്തിരിക്കുന്നതിൽ വെൽ കണ്ടീഷൻ ട്രയാങ്കിളിന്റെ ആംഗിൾസ് അല്ലാത്തത്, അല്ലെങ്കിൽ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ അല്ലാത്തത്, അല്ലെങ്കിൽ ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് 3 ആംഗിൾസ് വരും. ഓപ്ഷൻ എ 30 ഡിഗ്രി, 29 ഡിഗ്രി, മനസ്സിലായോ? ഈ രീതിയിൽ എന്താണ്, പിന്നെന്താ 110 ഡിഗ്രി, ഇങ്ങനെയൊക്കെ വരാം. അപ്പൊ ഇതില് നമ്മുടെ 3 ആംഗിൾ ആണ് ശരിക്കും ഒരു ട്രയാങ്കിളിനുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ചെറുതായി പോയാൽ തന്നെ അത് വെൽ കണ്ടീഷൻഡ് അല്ലാതാവും. ഓക്കെ, അതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ ഓഫ് ദി ഏരിയ ടു ബി സർവേഡ് ഈസ് കോൾഡ്. പ്രിലിമിനറി സർവേ, റെക്കഗ്നൈസൻസ് സർവേ, പേസിംഗ് സർവേ, റേഞ്ചിങ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. റെക്കഗ്നൈസൻസ് സർവേ ആണ് പ്രിലിമിനറി ഇൻസ്പെക്ഷൻ അല്ലെ? പ്രിലിമിനറി ജസ്റ്റ് നമ്മൾ സൈറ്റ് ചെല്ലുക, കാണുക, ജസ്റ്റ് റഫായിട്ട് ജസ്റ്റ് ആ ഒരു ഏരിയ ജസ്റ്റ് ഇൻസ്പെക്ഷൻ ചെയ്യുക, അതാണ് റെക്കഗ്നൈസൻസ് സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ ചെയിൻ 2 കോൺസിക്യൂട്ടീവ് ലിങ്ക്സ് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് റിവറ്റഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ്, 3 റിംഗ്സ്, 2 റിംഗ്സ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 3 റിംഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റിംഗുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A 20-meter chain was used to measure the length of line and was found as 500 meter. Later, it was found that the chain was 0.05 meter too long. What is the true length of the line? ഓക്കെ, എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇട്ടേക്കുന്നത്. 500 മീറ്റർ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് കണ്ടുപിടിച്ച് പറഞ്ഞോളാം. ഇത് മാനുവലി ചെയ്യാതെ തന്നെ കാണുമ്പോൾ തന്നെ പറയുന്നവരും കാണുമായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ കുറച്ച് മുന്നേ ആ ഒരു ഇക്വേഷൻ പറഞ്ഞതാണ്, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, സോ ട്രൂ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോങ് സ്കെയിൽ ബൈ കറക്റ്റ് സ്കെയിൽ ഇൻറ്റു മെഷേർഡ് ലെങ്ത് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദി ടൈപ്പ് അല്ലെങ്കിൽ ചെയിനെ ഡിവൈഡ് ബൈ കറക്റ്റ് ലെങ്ത് ഓഫ് ദി ടൈപ്പ് ഇൻറ്റു മെഷേർഡ് ലെങ്ത് എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് ലെങ്ത് എത്രയാണ്? 20 മീറ്റർ ചെയിൻ ആയിരുന്നു, പക്ഷെ അതിപ്പം 0.05 മീറ്റർ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ 20.05 ആണ് കറന്റ്ലി നമ്മുടെ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദി ചെയിൻ, ആൻഡ് ഡിവൈഡ് ബൈ ദ ട്രൂ ലെങ്ത് ഇസ് 20 ഇൻറ്റു മെഷേർഡ് ലെങ്ത് എത്രയാണ്? നമ്മുടെ ലൈനിന്റെ മെഷേർഡ് ലെങ്ത് ഇസ് 500 മീറ്റർ. സോ 500 മീറ്റർ ഇവിടെ എഴുതും. സോ നിങ്ങൾക്ക് മാനുവലി ചെയ്യാൻ പറ്റും. 0 ക്യാൻസൽ ആയി പോയി, 215 ക്യാൻസൽ ആയി പോകുമ്പോൾ പറയുന്നത് 25 കിട്ടും അല്ലെ? 25ഉം ഈ ഒരു 2005 കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, 2 സ്ഥാനം മാറ്റുക. സോ നമുക്ക് 501.25 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ചിലപ്പം നമ്മൾ റിവിഷൻ ഒന്നും ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇക്വേഷൻ മറന്നു പോകും. അപ്പൊ നമ്മൾ ആ എക്സാം ഹോളിൽ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യും 0.05 വെച്ചിട്ട് ഇത്ര ടൈംസ് എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പം 501.25 മീറ്റർ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ടെമ്പറേച്ചർ വേരിയേഷൻ ഇസ് ഡാഷ് എറർ ഇൻ സർവേയിങ്. ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് എറർ ആണ്? പേഴ്സണൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ, ക്യൂമുലേറ്റീവ് എറർ, ഇൻസ്ട്രുമെന്റൽ എറർ. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞ ആ ഒരു ടേബിളിന്റെ അകത്ത്. ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ, അനന്തവും ആതിരയും ബി ആ പറഞ്ഞേക്കുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും സി ആണ് പറഞ്ഞേക്കുന്നത്. ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ, ടെമ്പറേച്ചർ വേരിയേഷൻ സംഭവിക്കുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ചെയിന്റെ ലെങ്ത് കൂടുന്നു. ചെയിന്റെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെയിം ഇറഗുലാരിറ്റി കൊണ്ടാണ് നമ്മൾ വീണ്ടും മെഷർമെന്റ് എടുക്കുന്നത് അല്ലെ? അപ്പൊ വീണ്ടും നമുക്ക് സെയിം എറർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവുന്ന എററുകളാണ് ആക്ച്വലി അക്യൂമുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക, മനസ്സിലായല്ലേ?
ടെമ്പറേച്ചർ വേരിയേഷൻ, ഇൻകറക്റ്റ് ലെങ്ത്, ഇതൊക്കെ എന്താണ് റിപ്പീറ്റഡ്ലി വീണ്ടും വീണ്ടും നമ്മൾ മെഷർമെന്റ് എടുക്കുന്നതനുസരിച്ചിട്ട് ആ എറർ കൂടുകയാണ് ചെയ്യുന്നത്. സോ അക്യൂമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ വേരിയേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന എറർ എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് എറർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ഫീൽഡ് ബുക്ക് ഇൻ സെന്റിമീറ്റർ ഇസ്. നമ്മൾ ഓൾറെഡി ഫീൽഡ് ബുക്കിന്റെ നോട്ട് ഞാൻ കാണിച്ചപ്പോൾ അതിലുണ്ടായിരുന്നു. സോ 20/12, 12/20, 200/12, then 120/200. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 20 സെന്റിമീറ്റർ ബൈ 12 സെന്റിമീറ്റർ ആണ്. നമ്മൾ ബോട്ടത്തിൽ നിന്നും ടോപ്പിലേക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നോർമലി ബുക്ക് മറിക്കുന്ന പോലെയല്ല, അല്ലാതെയാണ് അല്ലെ മറിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിങ്ക്സ് ആർ ഇൻ എ ഗണ്ടേഴ്സ് ചെയിൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗണ്ടേഴ്സ് ചെയിനിൽ എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ്? 16, 66, 33, 100. ഓക്കെ ഓക്കെ, അനന്തു എ ആണ്, ശ്രീനി ബി പറഞ്ഞു. സോറി, അനന്തു എ മറ്റേതിന്റെ ആൻസറാ പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീനി ബി ആണ്, അഖിൽ ഡി പറഞ്ഞു. ഓക്കെ, ഓരോരുത്തർ പലതാണ് പറഞ്ഞത്. ബി 66 ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ലിങ്ക്സിന്റെ നമ്പർ ആണ് കേട്ടോ, നമ്പർ ഓഫ് ലിങ്ക്സ് ആണ്, ടോട്ടൽ ലെങ്ത് അല്ല. ടോട്ടൽ ലെങ്ത് ഓഫ് ഗണ്ടേഴ്സ് ചെയിൻ 66 ഫീറ്റ് ആണ്. ഓക്കെ, ഒരു ലിങ്കിന്റെ ലെങ്ത് 0.66 ഫീറ്റ് ആണ്. സോ ദ ടോട്ടൽ നമ്പർ ഓഫ് ലിങ്ക്സ് ഇസ് 100 കേട്ടോ. 100 നമ്പർ ഓഫ് ലിങ്ക്സ് ആണ് നമ്മുടെ ഗണ്ടേഴ്സ് ചെയിൻ ഉള്ളത്. തെറ്റിച്ചവരൊക്കെ അബദ്ധം പറ്റിയതാണെന്ന് വിചാരിക്കുന്നു. സോ 100 ലിങ്ക്സ് ആണ് നമ്മുടെ ഗണ്ടേഴ്സ് ചെയിൻ ഉള്ളത്, 100 ലിങ്കുകൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. സോ ഗണ്ടേഴ്സ് ചെയിൻ ടോട്ടൽ ലെങ്ത് 66 ഫീറ്റ്, 100 ലിങ്ക്സ്. റവന്യൂ ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഹാഫ് ഗണ്ടേഴ്സ് ചെയിൻ അല്ലെ. റവന്യൂ ചെയിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഹാഫ് ഗണ്ടേഴ്സ് ചെയിൻ എന്നാണ്. പിന്നെ ഗണ്ടേഴ്സ് ചെയിൻ എന്ത് പേര് വിളിക്കും? ഗണ്ടേഴ്സ് ചെയിന്റെ മറ്റൊരു പേര് കമന്റ് ചെയ്തേ. ഓക്കെ, സർവേയേഴ്സ് ചെയിൻ കറക്റ്റ് ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ സർവേയേഴ്സ് ചെയിൻ ആണ് ഗണ്ടേഴ്സ് ചെയിൻ. റവന്യൂ ചെയിനെ വിളിക്കുന്നത് ഹാഫ് ഗണ്ടേഴ്സ് ചെയിൻ, 33 ഫീറ്റ് ആണ്, പകുതിയേ ഉള്ളു അല്ലെ, 16 ലിങ്ക്സ്. പിന്നെ എഞ്ചിനീയേഴ്സ് ചെയിൻ ആണ് 100 ഫീറ്റും 100 ലിങ്ക്സും. സോ ഒരു ലിങ്കിന്റെ ലെങ്ത് 1 ഫീറ്റ്. പിന്നെ വരുന്നത് മെട്രിക് ചെയിൻ ആണ്, 30 മീറ്ററിലും ഉണ്ട് 20 മീറ്ററിലും ഉണ്ട്. ആ ലിങ്കുകളെല്ലാം പഠിക്കുക. എത്ര തന്നെ ലിങ്ക് ഉണ്ടെങ്കിലും എത്ര തന്നെ ലെങ്ത് ആയാലും ഒരു ലിങ്കിന്റെ ലെങ്ത് എപ്പോഴും എത്രയായിരിക്കും പറഞ്ഞേ? ഒരു ലിങ്കിന്റെ ലെങ്ത് മെട്രിക് ചെയിൻ്റെ അകത്ത് 20 സെന്റിമീറ്റർ കറക്റ്റ് ആണ്, 20 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ എ ഹയസ്റ്റ് പ്രിസിഷൻ വർക്ക് ദ ബേസ് ലൈൻ മെഷർമെന്റ് ഇസ് ഡൺ വിത്ത്. ബേസ് ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിച്ച ഹയസ്റ്റ് പ്രിസിഷൻ വർക്കിന് വേണ്ടിയിട്ട് അല്ലെ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ്. എപ്പോഴും നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ PSC എക്സാമുകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ്. സോ എൻവാർ ടൈപ്പ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബേസ് ലൈൻ, ബേസ് ലൈൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലൈൻ ഇൻ എ ചെയിൻ സർവേ അല്ലെങ്കിൽ ചെയിൻ ട്രാവേഴ്സിംഗ്. അപ്പൊ അതിൽ ഹൈ പ്രിസിഷൻ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻവാർ ടൈപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ബി ദ ലിമിറ്റ് ഓഫ് ഓവറോൾ ലെങ്ത് ഓഫ് 30 മീറ്റർ ചെയിൻ? പെർമിസിബിൾ, ഓക്കെ, ലിമിറ്റ് എറർ ഉണ്ടാകാനുള്ള +or-5, +or-8, +or-4 and +or-6. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. +or-8 mm ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ ഒരു ടേബിൾ ജസ്റ്റ് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പെർ മീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ പെർ മീറ്റർ എന്നല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, 1 മീറ്റർ ആണെങ്കിൽ +or-2 mm, 5 മീറ്റർ ആണെങ്കിൽ +or-3 mm, 20 30 ആണ് നമുക്ക് എപ്പോഴും യൂഷ്വലി നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളത്. ഈ രണ്ട് വാല്യൂസും ആണ്. പിന്നെ ജസ്റ്റ് ഇതും കൂടി നോക്കി വെച്ചേക്കാം കേട്ടോ, ആദ്യത്തെ രണ്ടെണ്ണം. 20 മീറ്ററും 30 മീറ്ററും ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. +or-5 and +or-8 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് ചെയിൻ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ലിങ്ക്സ് ആർ മെയ്ഡ് അപ്പ് വിത്ത് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm. Handles are provided at the end with the swivel joint. Links are connected together by means of three circular rings. ആര്യയും ഐശ്വര്യയും സി, മുഹമ്മദ് ജംഷീർ ബി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള ആൻസർ ചെയ്യുള്ളൂ. ഇപ്പം ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഓക്കെ, എടുത്തിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ചെയിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിൽ എന്ത്
എന്ത് മനസ്സിലായി, ഏത് സ്റ്റേറ്റ്മെന്റിന് കറസ്പോണ്ടിങ് ആണ് ഫ്ലെക്സിബിലിറ്റി വരുന്നത്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ബിയും സിയും എല്ലാവർക്കും പറയുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ബി ആണോ സി ആണോ എന്ന്, അല്ലെ? അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടും ലിങ്കുകൾ, ഇതാണ് നമ്മുടെ ചെയിൻ. ഓക്കെ, മെട്രിക് ചെയിൻ മീൻസ് നമ്മുടെ നോർമൽ ചെയിൻ ഇതാണ്. ചെയിന്റെ അറ്റത്തായിട്ട് ബ്രാസ് ഹാൻഡിൽ ഉണ്ട്, സിവൽ ജോയിന്റ് ഉണ്ട്, ഇതാണ് സിവൽ ജോയിന്റ്. ദെൻ സിംഗിൾ ഹെഡ് ടാലി, ഡബിൾ ഹെഡ് ടാലി, ട്രിപ്പിൾ ഹെഡ് ടാലി. പിന്നെ ഇതിൽ തന്നെ ഇവിടെ ചെറുതായിട്ടുണ്ട് ഒരു ബ്രാസ് റിങ്ങും ഉണ്ട്, അല്ലെ, എക്സ്ട്രാ. ബാക്കിയെല്ലാം നമ്മുടെ ചെയിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ഇതിൽ ഈ വളഞ്ഞിരിക്കുന്ന കൊളുത്ത് പോലുള്ള സംഭവമാണ് ഒരു ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതില് നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് വരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി നമ്മുടെ ഈ ലിങ്കുകൾ 4mm വയർ കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ്. ആൻഡ് ഹാൻഡിൽസ് ആർ പ്രൊവൈഡ് ദി എൻഡ് വിത്ത് സിവൽ ജോയിന്റ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഹാൻഡിൽസിൽ നമ്മൾ സിവൽ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ്, എന്താണ് പറയാൻ പറ്റത്തില്ലേ, ടു പ്രിവെന്റ് ട്വിസ്റ്റിങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാൻഡിൽസിൽ സിവൽ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ട്വിസ്റ്റിങ്ങിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് നമുക്ക് ഈ 3 ഓവൽ ഷേപ്പിലുള്ള റിങ്ങുകൾ ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി മടക്കി വെക്കാൻ പറ്റുന്നത്. മീൻസ് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയല്ലേ വെക്കുന്നത്, അല്ലെ, മടക്കി വെക്കും. അങ്ങനെ മടക്കാൻ പറ്റുക മീൻസ് എന്താണ്, ഫ്ലെക്സിബിലിറ്റി കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 സർക്കുലർ റിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ആണെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാൻ, എന്താണ് ലെങ്ത് ഓഫ് എ ലിങ്ക് നമ്മൾ മെഷർ ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, അല്ലേ? ഈ സെന്റർ റിംഗ് മുതൽ അടുത്ത നെക്സ്റ്റ് സെന്റർ റിംഗ് വരെ ആയിരിക്കും ഒരു ലിങ്കിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ലൈൻ റേഞ്ചർ ഈസ് യൂസ്ഡ് വെൻ. ലൈൻ റേഞ്ചർ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്? ദ ലൈൻ ഇസ് ഷോർട്ട്, ദ എൻഡ്സ് ഓഫ് ലൈൻ ആർ നോട്ട് ഇന്റർവിസിബിൾ, ദർ ഇസ് ഒബ്സ്ട്രക്ഷൻ, ദ ലൈൻ ഇസ് ടു ലോങ്. ഓക്കെ, ഐശ്വര്യയും നിജയും അനഘയും ഡി ആണ് പറയുന്നത്. ആതിര എ ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടി കമന്റ് ചെയ്തോളൂ. നിങ്ങൾ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പം തെറ്റുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓക്കെ, ലൈൻ ഇസ് ടു ലോങ്, ഇതാണ് കറക്റ്റ് കണ്ടീഷൻ. ടു ലോങ് ആവുന്ന കണ്ടീഷനിലാണ് നമ്മൾ ലൈൻ റേഞ്ചർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം ലൈൻ റേഞ്ചർ വരുന്ന ടോപ്പിക് ഏതാണ്? ചെയിൻ സർവേയില് റേഞ്ചിങ് ആണ്, അല്ലെ? റേഞ്ചിങ് തന്നെ 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് റേഞ്ചിങ്ങും ഉണ്ട്, ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ലൈൻ റേഞ്ചർ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് പറഞ്ഞ്. ഓക്കെ, ആര് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്? ആക്ച്വലി ലൈൻ റേഞ്ചർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് റേഞ്ചിങ്ങിലെ 2 മെത്തേഡ്സ് ആണ്. ഒന്ന് ഐ ജഡ്ജ്മെന്റ്, നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് ഓക്കെ സർവേ ചെയ്യുന്ന ആള് ഐ ജഡ്ജ്മെന്റ്. രണ്ടാമത്തതാണ് ലൈൻ റേഞ്ചർ കേട്ടോ. അതും കൂടി നോക്കിയിട്ട് ചെയ്തേക്കുക. സോ ഈ 2 മെത്തേഡും ഡയറക്റ്റ് ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഹില്ലി ഏരിയാസ്, ഓക്കെ, അതാണ് നമ്മുടെ ബി വരുന്നത്. വെൻ ദി എൻഡ് ഓഫ് ലൈൻസ് ആർ നോട്ട് ഇന്റർവിസിബിൾ, അതാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്ങിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ലൈൻ റേഞ്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ലൈൻ റേഞ്ചർ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും, അതായത് എയിലിരിക്കുന്ന റേഞ്ചിങ് റോഡും ബിയിലിരിക്കുന്ന റേഞ്ചിങ് റോഡും വിസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ശരിക്കും ലൈൻ റേഞ്ചറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളിന്റെ ഫംഗ്ഷനും ഒരു റേഞ്ചിങ് റോഡിന്റെ ഫംഗ്ഷനും ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. അപ്പം ലൈൻ റേഞ്ചർ ഉപയോഗിച്ചിട്ട് നമ്മൾ, അതായത് വേറെ ആരുടെയും സഹായം ഇല്ലാതെ ഒരാൾക്ക് സ്വന്തമായിട്ട് ലൈൻ റേഞ്ചറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മെഷർമെന്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ലൈൻ ഇസ് ടു ലോങ്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കറിയാലോ അല്ലെ, ഒരു ലൈനിന്റെ ലെങ്ത് കൂടുകയോ അല്ലെങ്കിൽ എന്താണ് എൻഡ് പോയിന്റ് കൂടുതൽ ദൂരത്തിലാവുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള മെത്തേഡ്, റേഞ്ചിങ് എന്ന് പറയുന്ന മെത്തേഡ് തന്നെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ലൈൻ ഇസ് ടു ലോങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലാറ്ററൽ മെഷർമെന്റ് ടേക്കൺ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദി സർവേ ലൈൻ ഈസ് കോൾഡ്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ്, ടൈ ലൈൻ, ചെക്ക് ലൈൻ, ഒബ്ലിക് ഓഫ്സെറ്റ്.
ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് എല്ലാവരും പറഞ്ഞത്. പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആണ് ലാറ്ററൽ മെഷർമെന്റ്. ലാറ്ററൽ മെഷർമെന്റ് ഓഫ്സെറ്റ് ആണ്, പക്ഷെ അത് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് വരും അല്ലെ, ഇതുപോലെ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലിക് ഓഫ്സെറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവേ വർക്ക് ഈസ് റെക്കോർഡഡ് ബൈ മെഷർമെന്റ്സ് ആൻഡ് സ്കെച്ചസ് ഇൻ ഫീൽഡ് നോട്ട്സ്, സർവേ ബുക്ക്, ഫീൽഡ് ബുക്ക്, ഓൾ ഓഫ് ദി അബോവ്. ശ്രീനി ഡി ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. ഓക്കെ, ഫീൽഡ് നോട്ടും സർവേ ബുക്കും ഫീൽഡ് ബുക്കും എല്ലാം ഒരു പേരല്ല കേട്ടാ. ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിത് പറയത്തില്ല. സോ ആൻസർ വരുന്നത് ഫീൽഡ് ബുക്കാണ്, ഫീൽഡ് ബുക്കാണ് കേട്ടോ. ഫീൽഡ് നോട്ട്സ് സർവേ ബുക്കും അല്ല, ഫീൽഡ് ബുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് ചെയിനിങ് ഫ്രീ ടൈപ്പ്? വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആൻഡ് ചെയിനിങ് ഫ്രീ. ബിൽഡിംഗ്, റൈസിംഗ് ഗ്രൗണ്ട്, പോണ്ട്, റിവർ. എല്ലാവരും ആൻസർ ചെയ്തോളൂ. ഓക്കെ, ആൻസർ കറക്റ്റ് ആയിട്ടുള്ളത് ആൻസർ എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, റൈസിംഗ് ഗ്രൗണ്ട് ആണ്. ഓക്കെ, വിഷൻ ഒബ്സ്ട്രക്റ്റഡ് അല്ലെ. വിഷൻ ഒബ്സ്ട്രക്റ്റഡ് നമുക്ക് റേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല, റേഞ്ചിങ്ങിന് ഒബ്സ്ട്രക്ഷൻ ആണ്. ആൻഡ് ചെയിനിങ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഞാനിവിടെ ഓരോന്നും എഴുതിയിട്ടുണ്ട്. സോ ഒബ്സ്റ്റാക്കിൾ ടു വിഷൻ ആൻഡ് റേഞ്ചിങ് ബട്ട് നോട്ട് ചെയിനിങ് ആണ് ഹിൽസ്. ഓക്കെ, ഒബ്സ്റ്റാക്കിൾ ടു ചെയിനിങ് ബട്ട് നോട്ട് റേഞ്ചിങ് ആണ് പോണ്ട്, ടാങ്ക്, റിവർ ഒക്കെ. ഒബ്സ്റ്റാക്കിൾ ടു ബോത്ത് ചെയിനിങ് ആൻഡ് റേഞ്ചിങ് ആണ് ബിൽഡിംഗ്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആംഗിൾ ഓഫ് സ്ലോപ്പിംഗ് ഗ്രൗണ്ട് ഇൻ ചെയിൻ സർവേയിങ് ഈസ് ടേക്കൺ വിത്ത്. ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സ്ലോപ്പിംഗ് ഗ്രൗണ്ടിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാം? ക്ലിനോമീറ്റർ, അപ്നി ലെവൽ, തിയോഡലൈറ്റ്, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, ആദ്യം ഡി ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആഷ്ലി, ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്തോളപ്പം. ഓക്കെ, എല്ലാവർക്കും കൺഫ്യൂഷൻ ആണോ? ആര്യ, ആഷ്ലി, നിജ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയുള്ളവരും കൂടെ ആൻസർ ചെയ്തോളൂ. നമുക്ക് സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ സർവേയിൽ, ചെയിൻ സർവേ ആയതുകൊണ്ടായിരിക്കും നിങ്ങൾ തിയോഡലൈറ്റ് പറയാത്തത് അല്ലേ. നമുക്ക് ചെയിൻ സർവേയിൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ ഡയറക്റ്റ് മറ ഇൻഡയറക്റ്റ് മറ നിങ്ങൾ കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതറിയാം. സോ പക്ഷെ നമുക്ക് ക്ലിനോമീറ്ററും അപ്നി ലെവലും തിയോഡലൈറ്റും എല്ലാം ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ തിയോഡലൈറ്റ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഓക്കെ, സോ ആൻസർ പ്രകാരം PSC ആൻസർ പ്രകാരം ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആക്യുറസി ഓഫ് ദി ഹോൾ ഓഫ് ദി ഡീറ്റെയിൽസ് ഇൻ എ സർവേ വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്ട്രെയിറ്റ്നെസ് ആൻഡ് ആക്യുറസി ഓഫ് ദി. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബേസ് ലൈൻ ആണ്, നമ്മൾ ഇതാണ് ആദ്യമേ പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യേണ്ടത് അല്ലെ. സോ ബേസ് ലൈൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയിൻ ലൈൻ ജോയിനിങ് ടു സബ്സിഡിയറി സർവേ സ്റ്റേഷൻസ് ഇസ് കോൾഡ്. ദ ചെയിൻ ലൈൻ ജോയിനിങ് ടു സബ്സിഡിയറി സർവേ സ്റ്റേഷൻസ് ഇസ് കോൾഡ്. ഓക്സിലറി ലൈൻ, ടൈ ലൈൻ, സബ്സിഡിയറി ലൈൻ, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, 2023 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ കുറെ പേർക്കൊക്കെ നെഗറ്റീവ് അടിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഓക്കെ, ആൻസർ നിങ്ങൾ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്, ഓൾ ഓഫ് ദി അബോവ് ആണ്. സബ്സിഡിയറി ലൈൻ ആവാം, ടൈ ലൈൻ ആവാം, ഓക്സിലറി ലൈനും ആകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെങ്ത് ഓഫ് സർവേസ് ചെയിൻ ഈസ്. സർവേസ് ചെയിന്റെ ലെങ്ത് എത്രയാണ്? യാർഡിലാണ് പറയേണ്ടത്. 11 യാർഡ്, 22 യാർഡ്, 33 യാർഡ്, 50 യാർഡ്. ഐശ്വര്യ ബി പറഞ്ഞിട്ടുണ്ട്, അനന്തു ബി ആണ്. നെക്സ്റ്റ് അടുത്ത ആൾ പറഞ്ഞോളൂ.
ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 22 യാർഡ് ആണ് സർവേയർ സ്റ്റേന്റെ ലെങ്ത് എന്ന് പറയുന്നത്, യാർഡിൽ പറയുവാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കൺവേർഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, ഒരു യാർഡ് 3 feet ആണ്. സോ അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫീൽഡ് വർക്ക് ഓഫ് ചെയിൻ സർവേയിങ് is carried out in the following steps. Field work of chain surveying is carried out in the following steps. Reconnaissance, running survey lines, marking stations. Reconnaissance, marking stations, running survey lines. Marking stations, reconnaissance, running survey lines, none of the above. Okay, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. റെക്കഗ്നൈസൻസ്, then marking stations, then running survey lines. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Stepping method to measure horizontal distances are mostly done at slope downhill, plane surface and slope downhill, plane surface only, none of the above. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എ ആണ്, സ്ലോപ്പ് ഡൗൺ ദി ഹിൽ അല്ലെ. ഡൗൺ ദി ഹില്ലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇതുപോലെ. ഓക്കെ, മുകളിൽ നിന്ന് താഴത്തേക്ക്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. While chaining a slope, the arrow should be placed forward in the line by an amount. 100 into sec theta minus 1, 100 into cos theta minus 1, 100 into sin theta minus 1, 100 into tan theta minus 1. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 100 into sec theta minus 1. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ഷോർട്ട് ആക്കി പറഞ്ഞാലും മതി, അത്ര ടൈപ്പ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, എന്താണ് ഈ ഒരു എമൗണ്ട്? ദിസ് എമൗണ്ട് ഈസ് കോൾഡ്, എന്താണ് പറയുന്നത്? അതെ, ഹൈപ്പോട്ടിന്യൂസൽ അലവൻസ്. ഓക്കെ ഓക്കെ, ഹൈപ്പോട്ടിന്യൂസൽ അലവൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A gate cap is fitted with a gate cap is fitted with a cross staff, dumbbell level, chain, prismatic compass. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ പാർട്ടാണ് ഗേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത് മാത്രം പഠിച്ചാൽ പോരാ, ഓൾമോസ്റ്റ് പ്രിസ്മാറ്റിക് കോമ്പസ് ഒരു 10-17 പാർട്ടുകളുണ്ട്. ഈ പാർട്സ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഇതൊക്കെ നമുക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞു പഠിക്കാറുണ്ട്, ഓരോ പാർട്ടിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ. ഓക്കെ, അപ്പം ജസ്റ്റ് വായിച്ചു നോക്കുക. ഗേറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ പാർട്ട് തന്നെയാണ്. ആൻസർ വരുന്നത് ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The graduations in prismatic compass. First statement, are inverted, are upright, run clockwise having 0 degree at north, run clockwise having 0 degree at south. The correct statements are. Answer ചെയ്തോളൂ. ഓക്കെ, ഐശ്വര്യയും ഡോണയും ഓക്കെ, ആക്ച്വലി ബി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവർ ആൻസർ ചെയ്ത്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിലെ ഗ്രാജുവേഷൻസ് ഇൻവേർട്ടഡ് ആണ് അല്ലെ, ഇൻവേർട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് സൗത്തിലാണ്. സോ ആൻസർ വരുന്നത് 1ഉം 4ഉം ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sag correction of a type is. Sag correction of a type is always positive, always negative, can be positive or negative, then none of the above. ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞ കറക്റ്റ് ആണ്. സാഗ് കറക്ഷൻ ഇസ് ഓൾവേസ് നെഗറ്റീവ്. സാഗ് കറക്ഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സാഗ് കറക്ഷൻ, അതുപോലെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സ്ലോപ്പ് കറക്ഷൻ, അതുപോലെ തന്നെ ചെയിൻ്റെ ലെങ്ത് ഷോർട്ട് ആകുവാണെങ്കിൽ ഇത് മൂന്നും എന്താണ്? നെഗറ്റീവ് കറക്ഷൻ ആയിരിക്കും. കാരണം ഞാനിത് മൂന്നും മാത്രം പറയാൻ കാരണം മൂന്നിന്റെയും തുടക്കം എസ് ആണ്. എസ് എസ് എസ്, ഈ 3 എസ്സിൽ വരുന്ന സംഭവങ്ങളുടെയും കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The process of establishing intermediate points between two endpoints which are not indivisible with the help of a theodolite is known as. Okay, Anandu C പറഞ്ഞേക്കുന്നത്. Okay. അല്ല, Anandu B പറഞ്ഞിട്ടുണ്ട്. Okay, okay. Okay, അപ്പോ ആൻസർ കറക്റ്റ് ആണ്. ആൻസർ വരുന്നത് ബി ആണ്. ബാലൻസിങ് ഇൻ ആണ് അല്ലെ. ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണെങ്കിൽ ബാലൻസിങ് ഇൻ ആണ്. ഓക്കെ, ഡയറക്റ്റ് റേഞ്ചിങ് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഇൻഡയറക്റ്റ് എന്ന് ഇങ്ങനെ മനസ്സിലായി, നോട്ട് ഇന്റർവിസിബിൾ ആണ് അല്ലെ. നമ്മുടെ എൻഡ് പോയിന്റ്സ് നോട്ട് ഇന്റർവിസിബിൾ ആണ്. ഇന്റർവിസിബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ്. ഇൻഡയറക്റ്റ് റേഞ്ചിങ് ബൈ മീൻസ് ഓഫ് തിയോഡലൈറ്റ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ്. അതേസമയം ഡയറക്റ്റ് റേഞ്ചിങ് ആയിരുന്നെങ്കിൽ അതിനെ എന്ത് വിളിച്ചേനെ? ഡയറക്റ്റ് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ലൈനിങ് ഇൻ. കറക്റ്റ്. ഓക്കെ, ലൈനിങ് ഇൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇൻഡയറക്റ്റ് റേഞ്ചിങ് തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്താൽ ബാലൻസിങ് ഇൻ, ഡയറക്റ്റ് റേഞ്ചിങ് തിയോഡലൈറ്റ് ഉപയോഗിച്ച് ചെയ്താൽ ലൈനിങ്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ മറന്നു പോകുമെങ്കിൽ ജസ്റ്റ് ബി ഐ, ബിന്ദു അല്ലെ, ബിന്ദു എന്നല്ല നമ്മൾ പറയുന്നത്. സോ ബി ഫോർ ഇൻഡയറക്റ്റ് റേഞ്ച്. ഓക്കെ, ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ ഈസ് കോൾഡ്. പ്രൈമറി ലൈൻ പ്ലോട്ടഡ് ഓൺ പേപ്പർ, പേപ്പറിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന പ്രൈമറി ലൈനെ വിളിക്കുന്ന പേരെന്താണ്? ടൈ ലൈൻ, ചെക്ക് ലൈൻ, ബേസ് ലൈൻ, ബൗണ്ടറി ലൈൻ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. അല്ല, അഖിൽ ബൗണ്ടറി ലൈൻ ആണ് അഖിൽ പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വരയ്ക്കുന്ന ലൈൻ എന്നാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, പ്രൈമറി ലൈൻ എന്ന് പറയുന്നത് ബേസ് ലൈൻ ആണ് കേട്ടോ. ബേസ് ലൈൻ ആണ് പ്രൈമറി ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൺ ടെസ്റ്റിംഗ്, ഇഫ് എ ചെയിൻ ഈസ് ഫൗണ്ട് ടു ബി ടു ലോങ് ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ. നമ്മൾ ചെയിൻ സർവേ ചെയ്യുന്ന സമയത്ത് ചെയിന്റെ ലെങ്ത് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വായിച്ചാൽ പഠിക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, നമ്മുടെ ലോജിക്ക് വെച്ചിട്ട്. എന്താണ്? Closing the joints of the rings if opened out, reshaping the elongated rings, adjusting the links at the edge. ഓക്കെ, എല്ലാവരും പറയുന്ന ആൻസർ ഡി ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഓൾ ഓഫ് ദി അബോവ്, എല്ലാം നമുക്ക് ചെയ്യാം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In prismatic compass, 90 degree is marked on a graduated ring at 90 degree prismatic compassൽ എവിടെയാണ് മാർക്ക് ചെയ്തേക്കുന്നത്? നോർത്ത് എൻഡ്, സൗത്ത് എൻഡ്, വെസ്റ്റ് എൻഡ്, ഈസ്റ്റ് എൻഡ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് എൻഡിലാണ്. ഇതുപോലെ കണ്ടോ, 0 ഡിഗ്രി സൗത്തില്, 90 ഡിഗ്രി വെസ്റ്റില്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെന്ന് അറിയാമല്ലോ. അതിനടുത്തത് നോർത്തിൽ 180 ഡിഗ്രി, 270 ഡിഗ്രി ഈസ്റ്റില്. ഇത് 4 പരീക്ഷകൾക്ക് ചോദിച്ചു, പല പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് 4 കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ബോക്സ് ഇസ് മേഡ് അപ്പ് ഓഫ്. ദി ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ബോക്സ് ഇസ് മേഡ് അപ്പ് ഓഫ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബ്രാസ് കൊണ്ട്, ബ്രാസ് ബോക്സ്. ട്രൂ മെറിഡിയൻ പാസസ് ത്രൂ. ട്രൂ മെറിഡിയൻ പാസസ് ത്രൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ. എ ഫിക്സഡ് പോയിന്റ്, ഇക്വറ്റോറിയൽ ലൈൻ, ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത്, ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത്. എർത്തിന്റെ ട്രൂ നോർത്തും എർത്തിന്റെ ട്രൂ സൗത്തും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ട്രൂ മെറിഡിയൻ ആർ ഓൾവേസ് പാരലൽ, പാരലൽ അറ്റ് ദി ഇക്വേറ്റർ, പാരലൽ നിയർ ദി പോൾസ്, നെവർ പാരലൽ. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. പാരലൽ അറ്റ് ദി ഇക്വേറ്റർ. ഇക്വേറ്ററിൽ പാരലൽ ആയിരിക്കും മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ദി ലൈൻസ് ജോയിനിങ് ദി പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ്. ഡിപ്പും ഉണ്ട് ഡിക്ലിനേഷനും ഉണ്ട്. സോ ഡിപ്പ് ആണ് ക്വസ്റ്റ്യൻ. ദ ലൈൻസ് ജോയിനിങ് ദി പോയിന്റ്സ് ഓഫ് ഈക്വൽ ഡിപ്പ് ആർ. ആര്യ ഈക്വൽ ഡിപ്പ് ആണ് കേട്ടോ. ഈക്വൽ ഡിപ്പ്. ഈക്വൽ ഡിപ്പ് വരുമ്പോൾ ആൻസർ എഗോണിക് ആണോ? അല്ല സോറി, എക്ലിനിക് ആണോ? ബി. ഓക്കെ. സോ ആൻസർ വരുന്നത് ഐസോക്ലിനിക് ലൈൻസ് ആണ്. ഐസോക്ലിനിക്, ക്ലിനിക്ക് വരുന്നതുകൊണ്ട് ഡിക്ലിനേഷൻ കൊണ്ട് ആരും എഴുതരുത്. സോ ഐസോക്ലിനിക് ഡിപ്പിന്റെ കേസിലാണ്. ഓക്കെ, ഈക്വൽ ഡിപ്പ് ആണെങ്കിൽ. അപ്പം ഡിക്ലിനേഷൻ, ഈക്വൽ ഡിക്ലിനേഷൻ ആണെങ്കിൽ എന്ത് വരും? ഐസോഗോണിക് ലൈൻസ് എന്ന് വരും അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The true bearing of a line is a dash quantity, varying, constant, non-predictable, none of this. The true bearing of a line is a dash quantity. ഓക്കെ, എർത്തിന്റെ ട്രൂ നോർത്തും ട്രൂ സൗത്തും തമ്മിലുള്ള ആംഗിൾ, സോറി ലൈൻ ആണ് എന്ത്? ട്രൂ ബെയറിംഗ്, ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. അതും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം ട്രൂ മെറിഡിയൻ കോൺസ്റ്റന്റ് ആണ് എന്ന് വെച്ചാൽ അത് ആ ഒരു ലെങ്ത് വേരിയേഷൻ ഒന്നും ഇല്ല അല്ലെ? കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്. സോ അതെന്താണ്? കോൺസ്റ്റന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് വിളിക്കുന്ന വേറൊരു പേര്? ഇൻവേരിയബിൾ എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെയും ചോദിക്കാം ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The whole circle bearing of a line is 170 degree, 12 minutes. What will be the true reduced bearing? ഓക്കെ, എളുപ്പം ആൻസർ പറയണം കേട്ടോ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇനിയും. ഓക്കെ, ഹോൾ സർക്കിൾ ബിയറിംഗ് 170 ഡിഗ്രി ആണ് അല്ലെ? 170 ഡിഗ്രി എന്നൊരു പേര് ക്വാഡ്രന്റിൽ വരും. ഈ ഒരു ക്വാഡ്രന്റിൽ വരും. സോ ഇതാണ് 170 ഡിഗ്രി അല്ലെ? അപ്പൊ നമ്മുടെ ട്രൂ ബിയറിംഗ്, റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു റിലേഷൻഷിപ്പ് യൂസ് ചെയ്താൽ മതി. 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്കാണ് ഹോൾ സർക്കിൾ ബിയറിംഗ് വരുന്നതെങ്കിൽ 180യിൽ നിന്നും നമ്മുടെ ആംഗിൾ മൈനസ് ചെയ്യുക അല്ലെ? അപ്പൊ എന്തൊരു ആൻസർ? ഓക്കെ, അത് കറക്റ്റ് ആണ്. 9 ഡിഗ്രി 48 മിനിറ്റ് വരും. പിന്നെ മൈനസ് ചെയ്യുന്ന സമയത്തും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The horizontal angle between true meridian and magnetic meridian is known as horizontal angle. True meridian ഉം magnetic meridian ഉം തമ്മിലുള്ള horizontal angle നെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ് horizontal angle between true meridian and magnetic meridian. ഓക്കെ, കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The magnetic bearing of the line is 55 degree 30 minutes and the magnetic declination is 4 degree 10 minute east. True bearing of the line will be. ഡിക്ലിനേഷനും മാഗ്നറ്റിക് ബിയറിംഗും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രൂ ബിയറിംഗ് എത്ര? ഓക്കെ, സോ നമ്മുടെ ഡിക്ലിനേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ട്രൂ ബിയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ഡിക്ലിനേഷൻ ഈസ്റ്റിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. സോ 4 ഡിഗ്രി 10 മിനിറ്റ് വരും. ഓക്കെ, സോ ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കണം. മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്. സോ പ്ലസ് മാഗ്നറ്റിക് ബിയറിംഗ്, അതായത് 55 ഡിഗ്രി 30 മിനിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? അതെ, 59 degree 40 minutes എന്ന് വരും. ഓക്കെ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the whole circle bearing of a line is 180 degree, its reduced bearing is. എത്രയാണ്? എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ശ്രേയ സി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് ആൻസർ ചെയ്ത് എളുപ്പം. ഓക്കെ, കറക്റ്റ് 180 ഡിഗ്രിയിൽ വന്ന് നിൽക്കുമ്പോൾ കറക്റ്റ് 180 ഡിഗ്രി കറസ്പോണ്ടിങ് നമ്മൾ എവിടെയാ പറയുന്നത്? റെഡ്യൂസ്ഡ് ബിയറിംഗ് സൗത്ത് ആണ് പറയുന്നത് കേട്ടോ. എ അല്ല, സൗത്ത് ആണ് പറയുന്നത്. കറക്റ്റ് സൗത്ത്. ഓക്കെ, പല തവണ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഡയറക്ഷൻ ഓഫ് ട്രൂ മെറിഡിയൻ ത്രൂ എ പോയിന്റ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ട്രൂ മെറിഡിയന്റെ ഡയറക്ഷൻ, ട്രൂ മെറിഡിയന് ഇൻവേരിയബിൾ ആണ്, ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സോ ഈ ഡയറക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ട്രൂ. ഓക്കെ, ആൻസർ എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആണ്. ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ആണ് അല്ലെ? ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ട്രൂ മെറിഡിയന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ഹാവ് എനി വാല്യൂ ബിറ്റ്വീൻ 0 ഡിഗ്രി 45 ഡിഗ്രി, 0 ഡിഗ്രി 90 ഡിഗ്രി, 0 ഡിഗ്രി 120 ഡിഗ്രി, 0 ഡിഗ്രി 180 ഡിഗ്രി. എല്ലാരും ആൻസർ ചെയ്യുക കേട്ടോ. വോയിസ് ഒന്നും ആൻസർ ചെയ്യുന്നില്ലല്ലോ. എല്ലാരും ആൻസർ ചെയ്യണം.
ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് ഡി, 0 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ആംഗിൾ പറയുന്നത് അല്ലേ? അതായത് നമ്മുടെ എ ബി ബി സി ആണെങ്കിൽ എ ബിയുടെ എ ബി എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് അല്ലെ, പ്രോഗ്രസീവ് ലൈനും നെക്സ്റ്റ് ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് ഡിഫ്ലക്ഷൻ ആംഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്റ്റെന്റ് ഓഫ് ഡയണൽ വേരിയേഷൻ ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. Extent of diurnal variation of magnetic declination. Greater at the equator and less at the pole. Less at the equator and greater at the poles. Same at both the equator and at the poles. Does not depends on the locality. Okay. Anandu, Aishwarya, Nija, Anakha, Jamshir. Okay. Arya A ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ആൻസർ കറക്റ്റ് ബി ആണ്. ലെസ് അറ്റ് ദി ഇക്വേറ്റർ ആൻഡ് ഗ്രേറ്റർ അറ്റ് ദി പോൾസ് ആണ് കേട്ടോ. ഞാൻ അടുത്ത 2 സെന്റൻസുകളും കൂടി 2 പോയിന്റുകളും കൂടി തരാം, ഇത് പഠിക്കുക, എല്ലാവർക്കും അറിയായിരിക്കും. സോ മോർ ഇൻ ഡേ ആൻഡ് ലെസ് ഇൻ നൈറ്റ്, അതുപോലെ മോർ ഇൻ സമ്മർ ആൻഡ് ലെസ് ഇൻ വിന്റർ, നിയർ മാഗ്നറ്റിക് പോൾസ്, മോർ നിയർ ദി മാഗ്നറ്റിക് പോൾസ് ആൻഡ് ലെസ് നിയർ ദി ഇക്വേറ്റർ. ഇതാണ് നമ്മൾക്ക് വേണ്ടത്. ഓക്കെ, ഇതും കൂടി പഠിച്ചു വെച്ചേക്ക്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് സർവേയേഴ്സ് കോമ്പസ്? ദി graduations are engraved and inverted. The graduations are having 0 degree at the south end and 180 degree at the north. The needle acts as index. The graduated card ring is attached with the needle. എളുപ്പം വായിച്ചു നോക്കുക ആൻഡ് ആൻസർ പറയാം. ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, അത് ഏതാണ്? ഓക്കെ, ഐശ്വര്യയും നിജയും. ഓക്കെ, എല്ലാവരും സി ആണ് പറഞ്ഞേക്കുന്നത്. ഈ സർവേയേഴ്സ് കോമ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് പോലെയാണ്. ക്ലോക്ക്, നമ്മുടെ ക്ലോക്ക് ഉണ്ടല്ലോ, ഭിത്തിയിലിരിക്കുന്ന ക്ലോക്ക്, ആ ക്ലോക്കിന്റെ ആ സർഫസിലായിരിക്കും നമ്മൾ 12, 1, 2, 3 നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് നീഡിൽ എന്താണ്, അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. അതാണ് നമ്മുടെ സർവേയേഴ്സ് കോമ്പസിന്റെ സ്ട്രക്ചർ. ഓക്കെ, ചുമ്മാ നീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. നീഡിലിന്റെ പൊസിഷൻ എവിടാണോ അതാണ് നമ്മുടെ റീഡിങ്സ്. ഓക്കെ, അപ്പൊ നീഡിലാണ് ഇൻഡെക്സ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മച്ച് suitable plane table surveying on hilly country where it is difficult to measure the horizontal distance. Radiation, intersection, traversing and resection. Simple question, repeated question ആണ്. ഹില്ലി ഏരിയാസിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്ലെയിൻ ടേബിൾ സർവേയിങ് മെത്തേഡ് ഏതാണ്? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, ഇന്റർസെക്ഷൻ മെത്തേഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെത്തേഡ് ഓഫ് ഓറിയന്റിംഗ് എ പ്ലെയിൻ ടേബിൾ വിത്ത് 2 inaccessible points is known as. അതുപോലെ നമ്മൾ ഇനാക്സസിബിൾ എന്ന് പറയുന്നിടത്ത് ഇന്റർസെക്ഷനും വരാം, അതുപോലെ തന്നെ എന്താണ് ഇതിൽ പറയുന്നത് അല്ലെ. ഇനാക്സസിബിൾ കാണുമ്പോൾ നിങ്ങൾ ഇന്റർസെക്ഷൻ ആണെന്ന് വിചാരിക്കരുത്. ഇതിലെടുത്ത് ഓറിയന്റേഷൻ ബൈ 2 inaccessible points എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 2 point പ്രോബ്ലം ആണ്. 2 point പ്രോബ്ലം. ഓക്കെ, 2 point പ്രോബ്ലം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് റിസെക്ഷൻ അഡോപ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, സോ 2 point പ്രോബ്ലം ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ലൊക്കേറ്റിംഗ് ദി റിവർ വിച്ച് മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ ഇസ് യൂസ്ഡ്? റിവർ ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, ട്രാവേഴ്സിംഗ്, റിസെക്ഷൻ, ഏതാണ്? ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബി, ഇന്റർസെക്ഷൻ മെത്തേഡ് തന്നെയാണ് നമ്മൾ റിവർ ലൊക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is or are correct about the methods of solving the 3 point problems in plane table survey? 3 point problem സോൾവ് ചെയ്യാൻ നമ്മൾ 3 മെത്തേഡുകളാണ് ഉപയോഗിക്കാറുള്ളത്. സോ ഈ സ്റ്റേറ്റ്മെന്റ്സ് ബൈ മെക്കാനിക്കൽ മെത്തേഡ്, ബൈ ബെസൽസ് മെത്തേഡ്, ബൈ ഡയറക്റ്റ് ഒബ്സർവേഷൻ മെത്തേഡ്. ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, എ ആണ്. 1 and 2 ആണ് അല്ലെ. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ഓൾട്ടർനേറ്റ് നെയിംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. 3 മെത്തേഡ്സ് ഉണ്ട്: മെക്കാനിക്കൽ മെത്തേഡ്, ഗ്രാഫിക്കൽ മെത്തേഡ്, ലേമാൻസ് മെത്തേഡ്. മെക്കാനിക്കൽ മെത്തേഡിന്റെ മറ്റൊരു പേര് ട്രേസിംഗ് പേപ്പർ മെത്തേഡ്. ഗ്രാഫിക്കൽ മെത്തേഡ് ഇസ് ഓൾസോ നോൺ ആസ് ബെസൽസ് മെത്തേഡ് അല്ലെങ്കിൽ ബെസൽ സൊല്യൂഷൻ എന്ന് പറയും. ലേമാൻസ് മെത്തേഡ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഓക്കെ, ഈ ഒരു 6 പേരുകളും പഠിച്ചു വെക്കാം, കാരണം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ വർക്കിംഗ് എഡ്ജ് ഓഫ് ആൻ അലിഡൈഡ് ഇസ് കോൾഡ്. അലിഡൈഡിന്റെ വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരെന്താണ്? ബെവൽഡ് എഡ്ജ്, ബ്ലൻഡ് എഡ്ജ്, ഫിഡ്യൂഷ്യൽ എഡ്ജ്, ഓൾ ഓഫ് ദി. ഓക്കെ, ജംഷീർ സി ആണ് പറഞ്ഞേക്കുന്നത്. ഐശ്വര്യ സി ആണ്. ഓക്കെ, ആര്യ ഡി ആണ് പറഞ്ഞേക്കുന്നത്.
ബാക്കിയുള്ളവരും കൂടി കമന്റ് ചെയ്തോ. അപ്പം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ആൻസർ വരുമ്പം എല്ലാവരും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, സൈറ ഡി ആണ്, ആഷ്ലി, ഡോണ, അനന്തു സി ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ, തെറ്റിപ്പോയാൽ അറിയും. ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എല്ലാ പേരുകളും ആ ഒരു വർക്കിംഗ് എഡ്ജിനെ വിളിക്കുന്ന പേരാണ് അൽഡൈഡിന്റെ. ബെവൽഡ് എഡ്ജ് എന്ന് വിളിക്കാം. ബെവൽഡ് അല്ലേ അൽഡൈഡിന്റെ വർക്കിംഗ് എഡ്ജ്? ബെവൽഡ് അല്ലേ? നമ്മളെല്ലാവരും പ്ലെയിൻ ടേബിൾ സർവേ ചെയ്തിട്ടുള്ളതല്ലേ? സോ ബെവൽഡ് എഡ്ജ് ആണ്, ഫിഡ്യൂഷ്യൽ എഡ്ജ് ആണ്. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ എന്തായാലും ബ്ലൻഡ് എഡ്ജ് എന്ന് നമ്മൾ അതിനെ വിളിക്കുമായിരിക്കുമല്ലോ അല്ലേ? സോ 3 പേരുകളും ഉണ്ട്, പഠിച്ചു വെച്ചേക്കാം. ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർസെക്ഷൻ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. Stepping method, graphical triangulation method, tracing paper method, trial and error method. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഗ്രാഫിക് ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്നാണ് ഇന്റർസെക്ഷൻ മെത്തേഡിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ്? 2 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിനനുസരിച്ചിട്ടുള്ള ആൻസർ പറയുക. An unknown point can be fixed by knowing its direction from 2 known positions. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, the whole plot is divided into right angled triangles and trapezium, computing individual areas and adding these areas together to get the area of whole plot. നല്ലപോലെ സ്റ്റേറ്റ്മെന്റ്. എന്നെ സമയവും കൂടി നോക്കാം, സമയം പോകുന്നുണ്ട്, ചിലപ്പം പറയാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഡി ആണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ്, അടുത്ത ആള്. ഓക്കെ, ഇനി ജെയിം ഡി ആണ്, ആഷ്ലിയും ഡി ആണ്. ഓക്കെ, ഓക്കെ, അഖില് എ ആണ് പറഞ്ഞേക്കുന്നത്. ഇനി ബിയും സിയും കൂടി ഉള്ളു പറയാനായിട്ട്. ബാക്കിയുള്ളവരോട് കമന്റ് ചെയ്തോ കേട്ടോ. ഇതൊക്കെ നമുക്ക് നമ്മൾ ആൻസർ ചെയ്ത് പഠിക്കണം, കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി ഒരുപാട് വരാനിരിക്കുന്നത് കേട്ടോ. അപ്പൊ ആൻസർ ഞാൻ പറയാൻ സമയം കളയുന്നില്ല. An unknown point can be fixed by knowing its direction from 2 known positions. ആക്ച്വലി ഇത് നമ്മുടെ 2 point പ്രോബ്ലം അങ്ങനല്ലേ നമ്മൾ പറയുന്നത് പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ അല്ലേ? അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ the whole plot is divided into right angle triangles and trapeziums, computing individual areas and adding these areas together to get the area of the whole plot. ആക്ച്വലി ഇത് നമ്മുടെ ചെയിൻ സർവേയിങ്ങിലൊക്കെയാണ് നമ്മൾ ട്രയാങ്കുലേഷൻ ആക്ച്വലി ചെയ്യുന്നത് അല്ലേ? പ്ലെയിൻ ടേബിൾ സർവേയിങ്ങിൽ ഈ ഒരു പ്രിൻസിപ്പിൾസ് എവിടെയും പറയുന്നില്ല. സോ നമ്മുടെ PSCയുടെ ആൻസർ പ്രകാരം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഒന്ന് മാത്രമാണ് കറക്റ്റ്. സോ only 1 ആണ് കേട്ടോ. അഖില് പറഞ്ഞ ആൻസർ ആണ് കറക്റ്റ്. ഓക്കെ, ഫസ്റ്റ് only 1 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതും ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3rd ഗ്രേഡ് ഓവർസിയർ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം അതിൽ കുറെ പേർക്കൊക്കെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ക്യാൻസൽ ആവാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ക്യാൻസൽ ആയില്ല. ആൻസർ എ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The reduced level of station A is 180 meter. Staff reading at A and B are 1.25 meter and 2.72 meter respectively. Find the reduced level of station B. ബിയുടെ റെഡ്യൂസ് ലെവൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കാം, എന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു പോകാം. സോ റെഡ്യൂസ് ലെവൽ ഓഫ് സ്റ്റേഷൻ എ ആണ് അല്ലെ? സ്റ്റേഷൻ എ ഇവിടെ ഉണ്ട്. സോ സ്റ്റേഷൻ എയുടെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത്, റെഡ്യൂസ് ലെവൽ എന്ന് വെച്ചാൽ എന്താണ്? എവിടെയോ ഒരു മീൻ സീ ലെവൽ ഉണ്ട്, ഒരു ഡേറ്റ ഉണ്ട്, അത് വരെയുള്ള ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 180 മീറ്റർ ആണ് അല്ലെ? ഇതാണ് എന്റെ റെഡ്യൂസ് ലെവൽ. ആൻഡ് ഇതിന് കറസ്പോണ്ടിങ് ബാക്ക് സൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? എന്റെ ഇത് ഇവിടെ എന്റെ ഡംബി ലെവൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ഒരു റീഡിംഗ് ആണ് എന്ത്? 1.25 മീറ്റർ എന്ന് പറയുന്നത്. ഇതൊന്നും നിങ്ങൾ വരച്ചൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇക്വേഷൻ ഏതാണ്? അതായത് റെഡ്യൂസ് ലെവൽ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് മൈനസ് എന്താണ്? ബാക്ക് ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓഫ് FS ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോറി, ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് വരുന്നത്. സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി അല്ലേ? ആദ്യം നമ്മൾ ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കണം, റെഡ്യൂസ് ലെവൽ പ്ലസ് ബാക്ക് സൈറ്റ് ചെയ്യുക. 1.25ഉം 180 കൂടി ആഡ് ചെയ്യുമ്പോൾ 180 1.25 എന്ന് കിട്ടും. അതിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം? നെക്സ്റ്റ് 2.72 മൈനസ് ചെയ്യണം.
അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഞാൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. 178.53 മീറ്റർ ആണ്. ആർക്കെങ്കിലും ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഫസ്റ്റ് ഒബ്സർവേഷൻ ടേക്കൺ ഓൺ ടേണിംഗ് പോയിന്റേഴ്സ്. ടേണിംഗ് പോയിന്റിൽ എടുക്കുന്ന ഫസ്റ്റ് ഒബ്സർവേഷൻ ഏതാണ്? ചേഞ്ച് പോയിന്റിൽ എടുക്കും. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫോർസൈറ്റ് ആണ് അല്ലെ? ഫോർസൈറ്റ് ആൻസർ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെഞ്ച്മാർക്ക് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ ഈസ് നോൺ ആസ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. GTS ബെഞ്ച്മാർക്ക് ആണ് അല്ലെ? പെർമനന്റ് ബെഞ്ച്മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് PWD അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസീസ് ആയിരിക്കും. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എറർ ഡ്യൂ ടു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് ഡാഷ് ഇൻ ലെവലിംഗ്. ഇൻസ്ട്രുമെന്റൽ എറർ, നാച്ചുറൽ എറർ, പേഴ്സണൽ എറർ, എറർ ഇൻ സൈറ്റിംഗ്. ഏതാണ്? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. നാച്ചുറൽ എറർ ആണ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ അല്ലെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ലെവലിംഗ് എ സ്റ്റേഷൻ ഈസ് എ പോയിന്റ് വെയർ സ്റ്റാഫ് ഈസ് പ്ലേസ്ഡ്, ഇൻസ്ട്രുമെന്റ് ഈസ് സെറ്റപ്പ്, ബെഞ്ച്മാർക്ക് ഈസ് മാർക്ക്ഡ്, നൺ ഓഫ് ദി അബോവ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. എല്ലാവരും പറഞ്ഞത് സ്റ്റാഫ് എവിടാണോ ഇരിക്കുന്നത് ആ പോയിന്റ് ആണ് നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി അപ്പർ പ്ലേറ്റ് ഓഫ് എ ലെവലിംഗ് ഹെഡ് ഓഫ് എ ലെവൽ ഇസ് നോൺ ആസ്. അപ്പർ പ്ലേറ്റിനെയും ലോവർ പ്ലേറ്റിനെയും നമ്മൾ ഓരോ പേരുകളിട്ട് വിളിക്കും അല്ലെ? അപ്പർ പ്ലേറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. ട്രൈബ്രാച്ച് ആണ് അപ്പർ പ്ലേറ്റ്. ലോവർ പ്ലേറ്റിനെ വിളിക്കുന്ന പേരാണ് ട്രിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ നമ്മുടെ ലെവലിന്റെ പാർട്സ്. അതായത് ഇവിടുന്ന് ഉണ്ടോ ഈ അപ്പർ പ്ലേറ്റ്, ലോവർ പ്ലേറ്റ്, ഇത്രയും വരുന്ന പോർഷൻ, അതിന്റെ ഇടയിൽ വരുന്നതാണ് ഫുഡ് സ്ക്രൂസ് അല്ലെ? ഇത്രയും പോർഷൻ നമ്മൾ ലെവലിംഗ് ഹെഡ് എന്ന് വിളിക്കും. ആൻഡ് താഴത്തെ ട്രിപ്പോഡ് ഇരിക്കുന്നു. ആൻഡ് മുകളിലാണ് നമ്മുടെ ടെലസ്കോപ്പിന്റെ പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൻസിറ്റിവിറ്റി ഓഫ് എ ലെവൽ ട്യൂബ് ഇസ് എക്സ്പ്രസ്ഡ് ബൈ ലെങ്ത് ഓഫ് ബബിൾ ട്യൂബ്, ലെങ്ത് ഓഫ് ലെവൽ ട്യൂബ്, റേഡിയസ് ഓഫ് ലെവൽ ട്യൂബ്, ഹൈറ്റ് ഓഫ് ദി ലെവൽ ട്യൂബ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. റേഡിയസ് ഓഫ് ലെവൽ ട്യൂബിലാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ലെവലിംഗ് സ്റ്റാഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് മീറ്ററിലും മില്ലിമീറ്ററിലും ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇതിപ്പോ മീറ്ററിലാണ്. ഓക്കെ, ഒന്നെങ്കിൽ 5 മില്ലിമീറ്റർ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ആണ് 0.005 മീറ്ററിലാണ് നമ്മൾ ലീസ്റ്റ് കൗണ്ട് അല്ലെ മെഷർ ചെയ്യാം. ലീസ്റ്റ് കൗണ്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇമാജിനറി ലൈൻ കണക്ടിംഗ് joining the intersection of crosshairs and the optical center of the objective is line of collimation, axis of telescope, axis of sight, none of this. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമ്മുടെ ലൈൻ കണക്ടിംഗ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആൻസർ ലൈൻ ഓഫ് കോളിമേഷൻ ആണ്. ദെൻ അപ് ടു ദി സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് സൈറ്റും, ബിയോണ്ട് ദി സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഓഫ് കോളിമേഷനും. അതും കൂടി ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ് ടു ദി സ്റ്റാഫ് ആണെങ്കിൽ, സ്റ്റാഫ് വരെ ആണെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ്, ബിയോണ്ട് ദി സ്റ്റാഫ് ആണെങ്കിൽ ലൈൻ ഓഫ് കോളിമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The telescope of a dumpy level. ഒരു ഡംപി ലെവലിന്റെ ടെലസ്കോപ്പ് can be taken out of its support and reversed, permits interchange of eyepiece and object glass, rigidly fixed to the leveling head, then can be tilted in a vertical plane. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. ഈ ഒരു രീതിയിൽ ഇരിക്കും അല്ലെ നമ്മുടെ ഡംപി ലെവല്. ഓക്കെ, സോ റിജിഡ്ലി ഫിക്സ്ഡ് ടു ദി ലെവലിംഗ് ഹെഡ് ആണ് ഡംപി ലെവലിന്റെ ടെലസ്കോപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An inverted staff reading is taken when a point is. An inverted staff reading is taken when the point is. ഓക്കെ, നമ്മൾ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നത് എപ്പോഴും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എബോവ്, ഇതാണ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് എങ്കിൽ, ലൈൻ ഓഫ് സൈറ്റിന് മുകളിലാണ് നമുക്ക് വേണ്ട പോയിന്റ് എങ്കിലാണ് നമ്മൾ ഇങ്ങനെ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിംഗ് എടുക്കുന്നത്. സ്റ്റാഫിനെ തിരിച്ചു പിടിച്ചിട്ട് എടുക്കും അല്ലെ? സോ അതാണ് ഇത്. പിന്നെ ഒരു കാര്യം കൂടെ, ആ ഇൻവേർട്ടഡ് സ്റ്റാഫ് റീഡിങ്സ് വരുന്ന പ്രോബ്ലംസും കൂടി നോക്കിയിട്ട് പോവാം എക്സാമിന്. ഓക്കെ,
അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ബി ആണ്, എബവ് ദി ലൈൻ ഓഫ് സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചേഞ്ച് പോയിന്റ് ഇസ് ദി വെരി ഫസ്റ്റ് സ്റ്റേഷൻ, ദി ലാസ്റ്റ് സ്റ്റേഷൻ, ദി ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻ വെയർ ഫോർസൈറ്റ് ആൻഡ് ബാക്ക് സൈറ്റ് ആർ ടേക്കൺ, നൺ ഓഫ് ദിസ്. ഓക്കെ, എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഫോർസൈറ്റും ബാക്ക് സൈറ്റും ഒരുമിച്ചെടുക്കുന്ന പോയിന്റ് സ്റ്റേഷൻ എവിടാണോ ആ സ്റ്റേഷനെ വിളിക്കുന്ന പേരാണ് ചേഞ്ച് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെ? സോ സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു രീതിയിലിരിക്കും. ഇതാണ് ചേഞ്ച് പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ലൈൻസ് ഫോർ ഡംബി ലെവൽ ഈസ്. ഒരു ഡംബി ലെവലിന് എത്ര ഫണ്ടമെന്റൽ ലൈൻസ് ഉണ്ട്? 2, 3, 4, 5. ഓക്കെ, ആൻസർ ചെയ്തോളൂ. ഓക്കെ, ഐശ്വര്യ സി ആണ് പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ളവരോട് ആൻസർ ചെയ്ത് എളുപ്പം. ഓക്കെ, അനഘയും സി ആണ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. 4 ഫണ്ടമെന്റൽ ലൈൻസ് ആണുള്ളത്. കറക്റ്റ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ ലൈൻസ്. ഓക്കെ, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, ലൈൻ ഓഫ് കോളിമേഷൻ, വെർട്ടിക്കൽ ആക്സിസ് ആൻഡ് ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ അറ്റ് സ്റ്റേഷൻസ് എ ബി സി ഡി ഫ്രം എ സിംഗിൾ സെറ്റപ്പ് ഓഫ് ലെവൽ ആർ 0.92, 2.25, 1.8 ആൻഡ് 1.7. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? എ ഈസ് ദി ഹയസ്റ്റ് സ്റ്റേഷൻ, ബി ഈസ് ദി ഹയസ്റ്റ് സ്റ്റേഷൻ, സി ഈസ് ലോവർ ദാൻ ബി, ഡി ഈസ് ഹയർ ദാൻ എ. നമ്മുടെ സ്റ്റാഫിൽ, ഒരു ലെവലിംഗ് സ്റ്റാഫിൽ നമ്മുടെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. സോ 0, 1, 2, 3, 4. അപ്പൊ നമ്മുടെ ഡംബി ലെവൽ ഇങ്ങനെ ഇരിക്കുന്നു ആൻഡ് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് ഇതാണ്, അല്ലെ? അപ്പൊ എന്തുമാത്രം നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് പൊങ്ങുന്നുണ്ടോ, അല്ലെ, അത്രത്തോളം റീഡിങ് കുറയും. എന്തുമാത്രം ലെവലിംഗ് സ്റ്റാഫ് താഴുന്നുണ്ടോ അത്രത്തോളം നമുക്ക് റീഡിങ് കൂടുതലാണ് കിട്ടുന്നത്. സോ നമ്മുടെ ലെവൽ എന്താണ് ഇരിക്കുന്നത്? എന്താണ്? എ എന്ന് പറയുന്നത് ഹയർ സ്റ്റേഷനിലാണ്. എല്ലാവരും പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. എ ഹയസ്റ്റ് ആയതുകൊണ്ടാണ് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടിയിരിക്കുന്നത്, അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, mean sea level at any place is the average datum of hourly tide height observed over a period of nearly. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. 19 ഇയേഴ്സ് കൂടുമ്പോഴാണ് നമ്മൾ മീൻ സീ ലെവൽ മെഷർമെന്റ് എടുക്കുന്നത്, അല്ലെ? 19 ഇയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈച്ച് മീറ്റർ ഓഫ് എ ഫോൾഡിംഗ് ലെവലിംഗ് സ്റ്റാഫ് ഇസ് സബ്ഡിവൈഡ് ഇൻടു ഡാഷ് ഡിവിഷൻസ്. ഫോൾഡിംഗ് ലെവലിംഗ് സ്റ്റാഫ്, നമുക്ക് 3 ടൈപ്പ് ലെവലിംഗ് സ്റ്റാഫുകൾ ഉണ്ട്. ഓക്കെ, ഫോൾഡിംഗ് ലെവലിംഗ് സ്റ്റാഫ് ആണെങ്കിൽ അതിന്റെ സബ് ഡിവിഷൻസ് എത്രയായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. നിജയും അനഘയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ 200 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മൾ ഫോൾഡിംഗ് ലെവലിംഗ് സ്റ്റാഫിനെ ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോണ്ടൂർ ലൈൻസ് ഓഫ് ഡിഫറെന്റ് എലിവേഷൻസ് ക്യാൻ ഇന്റർസെക്ട് ഓൺലി ഇൻ ദി കേസ് ഓഫ്. ഇന്റർസെക്ട് ചെയ്യുന്നത്, ഇന്റർസെക്ട് ചെയ്യുന്നത് ഏതിന്റെ കേസിലാണ്? ഇന്റർസെക്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും ക്രോസസ് ഈച്ച് അതർ, അല്ലെ? ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുക. അങ്ങനെ വരുന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിന്റെ കേസ് ആണ്. കണ്ടോ, ഇതാണ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. ഓക്കെ, ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യും, ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വെർട്ടിക്കലി പോവുകയാണെങ്കിൽ അതെന്തായിരിക്കും? വെർട്ടിക്കൽ ക്ലിഫ് ആണ്, അല്ലെ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സീരീസ് ഓഫ് ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് ഓൺ ദി മാപ്പ് റെപ്രസെന്റ്സ് എ ഡാഷ് ഇഫ് ദി ഹയർ വാല്യൂസ് ആർ ഇൻസൈഡ്. ഹയർ വാല്യൂസ് ഇൻസൈഡ് ആണെങ്കിൽ അതെന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഓക്കെ, എല്ലാവർക്കും അറിയാം, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹയർ വാല്യൂസ് ഇൻസൈഡ് ആണെങ്കിൽ ഹില്ല്, ലോവർ വാല്യൂസ് ഇൻസൈഡ് ആണെങ്കിൽ പോണ്ട് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഹില്ലാണ്. ഓക്കെ, സോ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഹയർ വാല്യൂസ് ഇൻസൈഡ് ആണെങ്കിൽ ഹില്ലാണ് ആൻഡ് ലോവർ വാല്യൂസ് ഇൻസൈഡ് ആണെങ്കിൽ പോണ്ട് അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ഇൻഡിക്കേറ്റ്സ്. ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻ ആണെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ക്ലോസ്ലി സ്പേസ്ഡ്, സ്റ്റീപ്പ് സ്ലോപ്പ്, ജെന്റിൽ സ്ലോപ്പ്, പ്ലെയിൻ സർഫസ്, വെർട്ടിക്കൽ ക്ലിഫ്. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ട്, ജെന്റിൽ സ്ലോപ്പ് ഉണ്ട്. കണ്ടോ, ഇതാണ് ക്ലോസ്ലി സ്പേസ്ഡ് വരുന്നത്. ഇതാകുമ്പോൾ എന്താണ്? ഇന്റർവെല് കൂടുതലായിരിക്കും ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ. ഓക്കെ, അപ്പോ വരുന്നത് സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്യൂട്ടബിൾ കോണ്ടൂർ ഇന്റർവെൽ ഫോർ റിസർവോയർ പ്ലാനിങ്. ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ജൂണിൽ നടന്ന 3rd ഗ്രേഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ. സോ സ്യൂട്ടബിൾ കോണ്ടൂർ ഇന്റർവെൽ ഫോർ റിസർവോയർ പ്ലാനിങ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്.
0.5 to 2 മീറ്റർ ആണ്. ഈ ഒരു ടേബിളും കൂടി നോക്കുക. ഈ സ്കെയിൽ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതാണ്ട് ഈ ഒരു കോണ്ടൂർ ഇന്റർവെൽ ഓരോ സിറ്റുവേഷൻസിലും ഉള്ളത് നമ്മൾ നോക്കി. ഇപ്പൊ നമുക്ക് റിസർവോയറിന്റെ കേസ് ആണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് 0.5 to 2 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2 കോണ്ടൂർ ലൈൻസ് ഹാവിംഗ് ദി സെയിം എലിവേഷൻ cannot cross each other, can cross each other, cannot unite together, can unite together. ഏതാണ്? സെയിം എലിവേഷനിലുള്ള കോണ്ടൂർ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? ഓക്കെ, ഐശ്വര്യ ഡി ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ശ്രീനി ക്യാൻ ക്രോസ് ഈച്ച് അതർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു ഫിഗർ അല്ലേ? ഓക്കെ, സെയിം എലിവേഷനിലുള്ള കോണ്ടൂർ ലൈൻസ് വരുന്നത് കണ്ടോ? സെയിം എലിവേഷനിൽ വരുന്നത് വെർട്ടിക്കൽ ക്ലിഫിന്റെ കേസ് ആണ്. അപ്പൊ വരുന്നത് എന്താ വരും? ആൻസർ വരുന്നത് ക്യാൻ യുണൈറ്റ് ടുഗദർ ആണ് കേട്ടോ. ക്യാൻ യുണൈറ്റ് ടുഗദർ. ഒരു ക്വസ്റ്റ്യൻ കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് കോണ്ടൂറിംഗ് ഈസ് മോസ്റ്റ് അഡ്വാൻറ്റേജസ് ഇൻ കേസ് ഓഫ് എ ഹില്ലി ടെറൈൻ? ഒരു ഹില്ലി റീജിയണിൽ ഉപയോഗിക്കുന്ന കോണ്ടൂറിംഗ് മെത്തേഡ് ഏതാണ്? ഡയറക്റ്റ് മെത്തേഡ്, സ്ക്വയർ മെത്തേഡ്, ക്രോസ് സെക്ഷൻ മെത്തേഡ് ആൻഡ് ടാക്യോമെട്രിക് മെത്തേഡ്. ഓക്കെ, ആദ്യം ക്രോസ് സെക്ഷൻ മെത്തേഡ് ആണ് പറഞ്ഞേക്കുന്നത്. ക്രോസ് സെക്ഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് റൂട്ട് സർവേയുടെ കേസിലാണ് കേട്ടോ. റൂട്ട് സർവേ. സോ ടാക്യോമെട്രിക് മെത്തേഡ് വരുന്നതാണ് ഹില്ലി ഏരിയാസിൽ. ഓക്കെ, ടാക്യോമെട്രിക് മെത്തേഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫണ്ടമെന്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ് 5 നമ്പേഴ്സ്. തിയോഡലൈറ്റ് 5 അല്ല 6 ഉണ്ട് കേട്ടോ. ഫണ്ടമെന്റൽ ലൈൻസ് തിയോഡലൈറ്റിന് 6 എണ്ണം ഉള്ളത്. നമ്മുടെ ലെവലിംഗില് ഡംബി ലെവലിന് 4 എണ്ണമേ ഉള്ളൂ. ഓക്കെ ആകില്ലേ? ഫണ്ടമെന്റൽ ലൈൻസ് ഓഫ് തിയോഡലൈറ്റ് 5 അല്ല 6 ആണ്. ആൻഡ് ലെവൽ ഡംബി ലെവലിന് 4 എണ്ണം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മാക്സിമം എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരിക്കും ലാസ്റ്റ് നമ്മുടെ ഡിസ്കഷൻ ആയിരിക്കും. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.